എല്ലാവർക്കും നമസ്കാരം. നാഷണൽ ഹെൽത്ത് മേക്ക് യുവർ ഓൺ പോളിസിയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഈ പോളിസിനെ പറ്റിയും ഈ പോളിസിയിലെ 4 പ്ലാനുകളെ പറ്റിയും അതിലുള്ള ഇൻബിൽറ്റ് കവറേജുകളെ പറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ സെഷനിൽ ഈ പോളിസിയിലുള്ള ഓപ്ഷണൽ കവേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പോളിസിയിൽ 14 ഓപ്ഷണൽ കവറുകളാണ് ഉള്ളത്. നമ്മുടെ ഈ പോളിസിയുടെ പേര് തന്നെ മേക്ക് യുവർ ഓൺ പോളിസി എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ ഒരുപാട് കവറേജുകൾ നമുക്ക് ഓപ്ഷണൽ കവറേജുകളായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷണൽ കവറേജുകൾ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് എടുത്തുകൊണ്ട് നമുക്ക് തന്നെ ആ പോളിസി ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് മേക്ക് യുവർ ഓൺ പോളിസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു റെഡിമെയ്ഡ് കടയിൽ പോയി ഒരു ഷർട്ട് വാങ്ങുന്നത് പോലെയാണ് നമ്മുടെ മറ്റ് ഹെൽത്ത് പോളിസികൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി റെഡിമെയ്ഡായിട്ട് വെച്ചിരിക്കുന്ന ഒരു പോളിസി അത് നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്നു. പക്ഷേ ഈ പോളിസി എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റിച്ചിങ് കടയിൽ പോയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ഷർട്ട് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പോളിസി. അതായത് നമുക്ക് വേണ്ട കവറേജുകൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പോളിസി സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പോളിസിയുടെ പേര് മേക്ക് യുവർ ഓൺ പോളിസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഇതിലെ 14 ഓപ്ഷണൽ കവറുകളുണ്ട്. ഓരോ ഓപ്ഷണൽ കവറുകളിലേക്ക് പോകാം. ഈ ഓപ്ഷണൽ കവറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓപ്ഷണൽ കവറുകളിൽ തന്നെ 2 വിഭാഗമായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 3 കവറേജുകൾ നമുക്ക് ഈ ആദ്യമായിട്ട് എടുക്കുന്ന, അതായത് ഫ്രഷ് പോളിസി ഹോൾഡേഴ്സിന് മാത്രം, ഈ പോളിസി ആദ്യമായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ആ 3 ഓപ്ഷണൽ കവറേജുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് മൈഗ്രേഷൻ, നമ്മുടെ മറ്റ് പോളിസികളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിനോ, അതുപോലെ മറ്റ് കമ്പനികളിൽ നിന്ന് പോർട്ടിംഗ് വഴി വരുന്ന കസ്റ്റമേഴ്സിനോ, പോർട്ടിംഗ് വഴി ഈ പോളിസി എടുക്കുന്നവർക്കോ ഈ 14 ഓപ്ഷണൽ കവറുകളിൽ ആദ്യം പറയുന്ന 3 ഓപ്ഷണൽ കവറുകൾ ചൂസ് ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് ഈ പോളിസി എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ 14 ഓപ്ഷണൽ കവറിൽ ആദ്യത്തെ 3 കവറേജുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഓരോ കവറേജുകൾ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് പുതിയ ആൾക്കാർക്ക് മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഓപ്ഷണൽ കവറുകളെ കുറിച്ചാണ്. പുതിയ പോളിസികൾക്ക് മാത്രമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷണൽ കവറുകൾ, ആദ്യത്തെ 3 ഓപ്ഷണൽ കവറുകളിൽ ഒന്ന് മെറ്റേണിറ്റി കവർ, രണ്ടാമത്തത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അഥവാ വന്ധ്യത ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, മൂന്നാമത്തത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയ്വർ. ഈ 3 ഓപ്ഷണൽ കവറുകളാണ് പുതിയ കസ്റ്റമേഴ്സിന്, അതായത് പുതിയ പോളിസി ഹോൾഡേഴ്സിന് നമുക്ക് പുതിയ പോളിസീസിന് എടുക്കാൻ പറ്റുക. ബാക്കി ഉള്ള ഒരു 11 ഓപ്ഷണൽ കവറുകൾ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും. അതായത് പുതിയ പോളിസി ഹോൾഡേഴ്സിനും നമ്മുടെ മറ്റ് പോളിസികളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിനും മറ്റ് കമ്പനികളിൽ നിന്ന് പോർട്ട് ചെയ്ത് ഈ പോളിസിയിലോട്ട് വരുന്ന ആൾക്കാർക്കും ബാക്കിയുള്ള 11 ഓപ്ഷണൽ കവറുകൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ ആദ്യം പറയുന്ന 3 കവറേജുകൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷണൽ കവർ മെറ്റേണിറ്റി കവർ. മെറ്റേണിറ്റി കവറിൽ എന്താണ് മെറ്റേണിറ്റി കവർ എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മുടെ യങ് ഇന്ത്യ പോളിസിയിലും ന്യൂ നാഷണൽ പരിവാറിലും ഒക്കെ മെറ്റേണിറ്റി കവർ ഉള്ളതാണ്. അപ്പോൾ ഇതിലൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആദ്യമായിട്ട് വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം അഥവാ 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡാണ്. പോളിസിയിൽ എടുത്തതിന് ശേഷം 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് മെറ്റേണിറ്റി കവർ ക്ലെയിം ചെയ്യുന്നതിനായിട്ട് ഉണ്ട്. അപ്പോൾ മെറ്റേണിറ്റി എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രസവ സംബന്ധമായിട്ടുള്ള ആശുപത്രി ചിലവുകൾ, അത് നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ ആയാലും സിസേറിയൻ ആയാലും കവേർഡാണ്. മെറ്റേണിറ്റി കവർ നമുക്കറിയാം പ്രസവ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വരുന്ന, അതിപ്പം നോർമൽ ഡെലിവറി ആയാലും സി സെക്ഷൻ സിസേറിയൻ ആയാലും ഉള്ള ചിലവുകൾ നമുക്ക് ഈ കവറേജിൽ ലഭ്യമാകും. നമ്മുടെ മറ്റ് പോളിസികളിൽ യങ് ഇന്ത്യയിലും ന്യൂ നാഷണൽ പരിവാറിലൊക്കെ ഈ മെറ്റേണിറ്റി കവർ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതിൽ വരുമ്പോൾ കുറച്ച് വ്യത്യസ്തതകളുണ്ട്. ഇതിൽ ഡെലിവറി എക്സ്പെൻസസ്, അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് നേറ്റൽ എക്സ്പെൻസസ്, ന്യൂ ബോൺ ബേബിക്കുള്ള നവജാത ശിശുവിനുള്ള പരിരക്ഷ, അതായത് ബേബി ഫ്രം ബർത്ത് കവർ തന്നെ ഇതിലുണ്ട്. ജനിക്കുന്ന സമയം തൊട്ട് അന്ന് മുതലുള്ള കുട്ടിക്കുള്ള കവറേജും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ആർക്കൊക്കെയാണ് ഈ ഓപ്ഷണൽ കവർ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് 18 വയസ്സിനും 50 വയസ്സ് വരെ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ്, ഈ പോളിസിയിലുള്ള സ്ത്രീകൾക്കാണ് ഈ കവറേജ് ലഭ്യമാവുക. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പോളിസികൾക്ക്, പുതിയ ഫ്രഷ് പോളിസികൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷണൽ കവർ എടുക്കാൻ പറ്റുക. മൈഗ്രേഷൻ അല്ലെങ്കിൽ പോർട്ടബിലിറ്റി വഴി വരുന്ന പോളിസികൾക്ക് ഈ കവർ ലഭ്യമല്ല. വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറയുമ്പോൾ 24 മന്ത്സ് അഥവാ 2 വർഷമാണ് പോളിസിയിൽ നമുക്ക് ചേർന്നതിന് ശേഷം. 2 വർഷം കഴിഞ്ഞതിന് ശേഷമേ മെറ്റേണിറ്റി സംബന്ധമായിട്ടുള്ള ക്ലെയിമുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് പോളിസി എടുത്ത് ആദ്യത്തെ 2 വർഷം വെയിറ്റിംഗ് പീരീഡാണ്. ഈ കാലയളവിൽ കവറേജ് ലഭ്യമല്ല. ഇനി 24 മാസം കഴിഞ്ഞതിന് ശേഷം മെറ്റേണിറ്റിയുടെ കവർ ആരംഭിക്കുന്നതാണ്.
ഇനി എന്തൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നതാണ്. നോർമൽ ഡെലിവറി ആൻഡ് സി സെക്ഷൻ, സാധാരണ പ്രസവത്തിനും സിസേറിയനുമുള്ള ആശുപത്രി ചിലവുകൾ കവർ ചെയ്യുന്നു. പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ, ഗർഭകാലത്തും പ്രസവശേഷവുമുള്ള ചികിത്സകൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസവം അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ, നിയമാനുസൃതമായിട്ടുള്ള ടെർമിനേഷൻ, ഗർഭഛിദ്രവും കൂടി ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനോടൊപ്പം പറയാവുന്ന ഒരു പോയിന്റ്, എക്ടോപിക് പ്രഗ്നൻസി ഇതിൽ ഉൾപ്പെടുന്നില്ല. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഫലോപ്പിയൻ ട്യൂബിലോ അങ്ങനെ ഔട്ട്സൈഡ് യൂട്രസിൻ്റെ ഔട്ട്സൈഡായിട്ട് നമുക്ക് ഈ ഭ്രൂണം രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് ഇതിൽ കവർ ചെയ്യില്ല. അത് നമ്മുടെ മെയിൻ പോളിസിയിൽ ഇൻ പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷൻ ആയിട്ട് തന്നെ കവർ ചെയ്യും. അതിന് മെറ്റേണിറ്റിയിലല്ല, നമ്മുടെ മെയിൻ പോളിസിയിൽ, അത് ഈ ആഡ് ഓൺ ഇല്ലെങ്കിലും മെയിൻ പോളിസിയിൽ എക്ടോപിക് പ്രഗ്നൻസി കവർ ചെയ്യും. ഇനി നമുക്കറിയാം ഈ പോളിസിയിൽ 4 പ്ലാനുകളാണുള്ളത്: ബ്രോൺസ്, സിൽവർ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അപ്പം ഈ ഓരോ പ്ലാനിലും ഓരോ കവറേജിനും ലഭിക്കുന്ന എമൗണ്ടിന് വ്യത്യാസമുണ്ട്, നോർമൽ ഡെലിവറിക്കും സി സെക്ഷനും. അപ്പം ബ്രോൺസ്, ആദ്യത്തെ ഏറ്റവും ബേസിക് പ്ലാനായ ബ്രോൺസ് കവർ എടുക്കുന്നവർക്ക് ഈ ഓപ്ഷണൽ കവർ ലഭ്യമല്ല, അതായത് മെറ്റർണിറ്റി ഓപ്ഷണൽ കവർ ലഭ്യമല്ല. ഇനി സിൽവർ പ്ലാൻ എടുക്കുന്നവർക്കാണെങ്കിൽ നോർമൽ ഡെലിവറിയിൽ 75,000 രൂപയും സിസേറിയനാണെങ്കിൽ 1,00,000 രൂപയും കിട്ടും. ഗോൾഡ് പ്ലാനിലാണെങ്കിൽ നോർമലിന് 1,00,000, സിസേറിയന് 2,00,000 രൂപ കിട്ടും. ഇനി ഡയമണ്ട് പ്ലാൻ എടുക്കുന്നവർക്കാണെങ്കിൽ നോർമൽ ഡെലിവറിക്ക് 1,50,000 രൂപയും സിസേറിയന് 3,00,000 രൂപയും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ്നേറ്റൽ OPD ഇതെല്ലാം കവർ ചെയ്യുന്നതാണ്. നവജാത ശിശുവിനുള്ള പരിരക്ഷ, ജനനം മുതൽ, കുട്ടി ജനിച്ചത് മുതൽ 3 മാസം വരെ. നമുക്കറിയാം, നമുക്കൊരു കുട്ടീനെ, പുതിയതായിട്ടൊരു കുട്ടീനെ നമുക്ക് പോളിസിയിൽ ആഡ് ചെയ്യണമെങ്കിൽ 3 മാസം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി, മിഡ് ടേം ഇൻക്ലൂഷൻ വഴി പോളിസിയിലേക്ക് പുതിയതായിട്ട് ജനിച്ച കുട്ടീനെ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ അപ്പോൾ അതായത് ആദ്യത്തെ 3 മാസം സാധാരണഗതിയിൽ കവറേജ് കുട്ടിക്ക് ലഭിക്കാറില്ല. പോളിസിയിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും കവറേജ് ലഭിക്കുക. പക്ഷേ ഇതിൽ ബേബി ഫ്രം ബർത്ത് കവർ ഉണ്ട്. ജനിച്ച അന്ന് മുതൽ ഈ 90 ദിവസം, അതായത് 3 മാസം വരെ, കുട്ടീനെ പോളിസിയിൽ ആഡ് ചെയ്യുന്നത് വരെയുള്ള ആ കാലയളവിലെ കുട്ടിക്കുള്ള പരിരക്ഷ ലഭ്യമാണ്. അത് അമ്മയ്ക്ക് എത്രയാണോ സം ഇൻഷ്യൂർഡ് ഉള്ളത്, ആ സം ഇൻഷ്യൂർഡ് പ്രകാരമുള്ള പരിരക്ഷ കുട്ടിക്ക് ലഭിക്കും. അത് വലിയൊരു കവറാണ്. കാരണം ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് ചിലപ്പം NICUലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ NICU എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലെയിം കിട്ടാനായിട്ട് ഇതിൽ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ പോളിസിയിൽ ചേർക്കാൻ പറ്റും. 3 മാസം കഴിഞ്ഞാൽ മിഡ് ടേം ഇൻക്ലൂഷൻ വഴി കുട്ടീനെ പോളിസിയിൽ ചേർക്കാം. അധിക പ്രീമിയം അടച്ചിട്ട് കുട്ടീനെ പോളിസിയിൽ ചേർക്കാം. ഈ ജനിച്ച അന്ന് മുതൽ 3 മാസം വരെയുള്ള എക്സ്പെൻസുകൾ അമ്മയ്ക്ക് എത്ര സം ഇൻഷ്യൂർഡ് ഉണ്ടോ ആ സം ഇൻഷ്യൂർഡ് പ്രകാരം കുട്ടിക്കും ആ സം ഇൻഷ്യൂർഡ് വെച്ചിട്ടുള്ള ക്ലെയിമുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ശിശുക്കൾക്കുള്ള വാക്സിനേഷൻ, കുഞ്ഞിൻ്റെ ആദ്യ വർഷത്തെ വാക്സിനേഷൻ, അതായത് 3 മാസം മുതൽ 12 മാസം വരെയുള്ള വാക്സിനേഷൻ ഇതിൽ കവർ ചെയ്ത് കിട്ടും ഈ മെറ്റേണിറ്റി സെക്ഷനിൽ. അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കുഞ്ഞിനെ പോളിസിയിൽ ചേർത്തിരിക്കണം. അതായത് 3 മാസം കഴിഞ്ഞിട്ട് 12 മാസം വരെയുള്ള കാലയളവിലുള്ളതാണ്. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കുട്ടീനെ എന്തായാലും പോളിസിയിൽ ചേർത്തിരിക്കണം. അതുപോലെ തന്നെ ആ കുട്ടിയുടെ പ്രസവ ചെലവുകൾ നമ്മൾ ഓൾറെഡി ക്ലെയിം കൊടുത്തതുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ 12 മാസം വരെയുള്ള 1 വയസ്സ് വരെയുള്ള വാക്സിനേഷൻ്റെ ചെലവുകളും ഈ കവറേജ് പ്രകാരം ലഭിക്കുന്നതാണ്. അത് സിൽവറിലാണെങ്കിൽ 1000 രൂപ വരെ വാക്സിനേഷനായിട്ട് കിട്ടും. ഗോൾഡ് പ്ലാനിലാണെങ്കിൽ 2,500, ഡയമണ്ടിലാണെങ്കിൽ 5,000 രൂപ വരെ കിട്ടുന്നതാണ്. പിന്നെ ഇതിലുള്ള അറിഞ്ഞിരിക്കേണ്ട ഈ കവറേജ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1 per year, ഒരു പോളിസി വർഷത്തിൽ ഒരു ഡെലിവറി അല്ലെങ്കിൽ ടെർമിനേഷൻ മാത്രമേ കവർ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞു. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലാണ് നമുക്ക് മെറ്റേണിറ്റി ക്ലെയിം കിട്ടുകയുള്ളൂ. അതും ഒരു പോളിസിയിൽ ഒരു ഡെലിവറി ഓർ ടെർമിനേഷൻ അങ്ങനെയാണ് ലഭിക്കുക. ഇനി കവർ എക്സ്പയർ ആവുന്നത്, നമ്മളിതൊരു ഓപ്ഷണൽ കവറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു തവണ നമ്മൾ ഈ പോളിസി എടുക്കുമ്പോൾ ഈ ഓപ്ഷണൽ കവർ എടുത്തു, മെറ്റേണിറ്റി ഓപ്ഷണൽ കവർ എടുത്തു. എന്നിട്ട് ഒരു 2 വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു. ഒരു 3ാമത്തെ വർഷം നമുക്ക് ഒരു മെറ്റേണിറ്റി ക്ലെയിം ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ മെറ്റേണിറ്റി ക്ലെയിം ചെയ്യുന്നത് അപ്പം ഈ ആഡ് ഓൺ അല്ലെങ്കിൽ ഈ ഓപ്ഷണൽ കവർ അവിടെ കഴിയും. ഒരു തവണ ക്ലെയിം ചെയ്യുമ്പോൾ ഓപ്ഷണൽ കവർ കഴിയും, ആ പോളിസിയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഇയർ പോളിസി റിന്യൂ ചെയ്യുമ്പോൾ വീണ്ടും ഈ ഓപ്ഷണൽ കവർ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എടുക്കാം. പക്ഷേ അങ്ങനെ വീണ്ടും എടുക്കുമ്പോൾ എന്ത് പറ്റും, അത് വീണ്ടും ഫ്രഷ് ആയിട്ടാണ് പരിഗണിക്കുക ഓപ്ഷണൽ കവറിന്. അപ്പോൾ വീണ്ടും ഒരു 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ ആ 2 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ മെറ്റേണിറ്റി ക്ലെയിം രണ്ടാമതും നമുക്ക് ചെയ്യാം.
അതുപോലെ തന്നെ അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ കവർ അവസാനിക്കും. നെക്സ്റ്റ് റിന്യൂ ചെയ്യുന്ന പോളിസിയിൽ വീണ്ടും നമുക്ക് മെറ്റേണിറ്റി കവർ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വീണ്ടും അത് ഫ്രഷ് ആയിട്ട് പരിഗണിക്കുകയും 2 വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മൂന്നാമത്തെ ഡെലിവറിക്കും, അപ്പോൾ ഡെലിവറിയുടെ നമ്പർ ഓഫ് ഡെലിവറി എത്ര, ആ ഒരു ലിമിറ്റ് ഇതിൽ പറയുന്നില്ല. നമ്മുടെ മറ്റ് പോളിസികളിലൊക്കെ അങ്ങനെ ഒരു ലിമിറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ എത്ര ഡെലിവറി വരെ കവർ ചെയ്യപ്പെടാം എന്ന് പറയുന്നില്ല. അതായത് മാക്സിമം എത്ര ഡെലിവറി വരെ കവർ ചെയ്യാം അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ല. ആകെ പറയുന്ന ഒരു ലിമിറ്റ് വർഷത്തിൽ ഒരു പോളിസി ഇയറിൽ ഒരു മെറ്റേണിറ്റി, ഒരു ഡെലിവറി അല്ലെങ്കിൽ ടെർമിനേഷൻ, അങ്ങനെ ഒരു ലിമിറ്റ് മാത്രമാണ് പറയുന്നത് 1 ഇയറിൽ. പിന്നെ ഒഴിവാക്കപ്പെട്ട ഈ കവറേജിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട എക്സ്ക്ലൂഷൻസിനെ പറ്റിയിട്ടാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ 18-നും 45 വയസ്സിന് 18-നും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക്, പോളിസിയിലുള്ള സ്ത്രീകൾക്കാണ് ഈ കവറേജ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം 18-ന് താഴെയുള്ളവരും 50-ന് മുകളിലുള്ളവരും ഈ പോളിസിയിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. അവർക്ക് ഈ മെറ്റേണിറ്റി കവർ എടുക്കാൻ പറ്റില്ല. 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കും അതുപോലെ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ഇത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളത്, നമുക്കറിയാം ഈ പോളിസി ഇൻഡിവിജ്വലായിട്ടും എടുക്കാം, ഫ്ലോട്ടറായിട്ടും എടുക്കാം. ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ, ഇൻഡിവിജ്വൽ ബേസിസിൽ എടുക്കുമ്പോൾ അതിൽ ഒരുപാട് മെമ്പേഴ്സിനെ കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെൽഫ്, സ്പൗസ്, അതുപോലെ തന്നെ കുട്ടികൾ, ചിൽഡ്രനെ കവർ ചെയ്യാം, പാരൻസിനെ, സെൽഫിൻ്റെ പാരൻസിനെ കവർ ചെയ്യാം, പാരൻസ് ഇൻ ലോസിനെ കവർ ചെയ്യാം, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ കവർ ചെയ്യാം. ഇനി മരുമക്കളെയും, സണ്ണിനായും ഡോട്ടർ ഇൻ ലോയിനെയൊക്കെ കവർ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേരെ കവർ ചെയ്യാൻ പറ്റുന്ന പോളിസിയാണ്. ഇൻഡിവിജ്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും മറ്റു പോളിസിയിൽ. അപ്പോൾ ഈ പറയുന്ന മെറ്റേണിറ്റി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, മെറ്റേണിറ്റി സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ ആർക്കൊക്കെ വേണോ മെറ്റേണിറ്റി ഓപ്ഷണൽ കവർ സ്ത്രീകൾക്ക് എടുക്കാം. ഈ പ്രായപരിധിയിലുള്ള അവർക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലെയിം എടുക്കാനും പറ്റും. പക്ഷേ ഫ്ലോട്ടറായിട്ട് എടുക്കുമ്പോൾ നമുക്ക് സെൽഫ്, സ്പൗസ്, അൺമാരീഡ് ചിൽഡ്രൻ ഈ ഒരു കോമ്പിനേഷൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഒരു റിലേഷനുള്ള ആൾക്കാർ മാത്രമേ ഫ്ലോട്ടറായിട്ട് എടുക്കുമ്പോൾ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലോട്ടറായിട്ട് എടുക്കുമ്പോൾ ഈ പറയുന്ന സെൽഫിനോ അല്ലെങ്കിൽ സ്പൗസിനോ മാത്രമായിരിക്കും മെറ്റേണിറ്റി കവർ ക്ലെയിം ചെയ്യാൻ പറ്റുക. അതിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ചിൽഡ്രന് മെറ്റേണിറ്റി ക്ലെയിം, അത് ഫീമെയിൽ ആണെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡിവിജ്വൽ പോളിസി ആയിട്ട് എടുക്കുമ്പോൾ അതിലുള്ള ഫീമെയിൽ പേഴ്സണിന്, 18-നും 50 വയസ്സിനും ഇടയിലുള്ള ഫീമെയിൽസിന് ആർക്ക് വേണമെങ്കിലും മെറ്റേണിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റും. ഫ്ലോട്ടറായിട്ട് എടുക്കുമ്പോൾ സെൽഫിനും സ്പൗസിനും മാത്രമായിരിക്കും, ഈ ഏജ് ഗ്രൂപ്പിലുള്ള സെൽഫിനും സ്പൗസിനും മാത്രമായി, സെൽഫ് ഓർ സ്പൗസ് അവർക്ക് മാത്രമായിരിക്കും മെറ്റേണിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുക. അവരുടെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രന് മെറ്റേണിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഫ്ലോട്ടർ പോളിസിയിൽ. ആ ഒരു കവർ പ്രത്യേകം ഓർക്കണം. മെറ്റേണിറ്റി ക്ലെയിമിൽ, മെറ്റേണിറ്റി കവറേജിൽ പറയുമ്പോൾ ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡാണ് നമ്മൾ ഇതിന് പറയുന്നതെങ്കിലും എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് മൂലം നമുക്കൊരു എന്തെങ്കിലും മിസ്കാരേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അബോർഷൻ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ഡെലിവറി നേരത്തെ ആക്കേണ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഈ 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡ്, ആ ഒരു കാലയളവ് ബാധകമായിരിക്കില്ല. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് മൂലം ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് വേണ്ടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മെറ്റേണിറ്റി ഓപ്ഷണൽ കവറിൽ, നാഷണൽ ഹെൽത്ത് മേക്ക് യുവർ ഓൺ പോളിസിയുടെ ആദ്യത്തെ ഓപ്ഷണൽ കവറായിട്ടുള്ള മെറ്റേണിറ്റി ഓപ്ഷണൽ കവറിൽ ഉള്ള ഒരു കാര്യം. ഇതിൻ്റെ ഈ ഒരു കവറേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റ് പറഞ്ഞ പോളിസികളിലൊക്കെ നമുക്ക് എന്താണ് മെറ്റേണിറ്റിയുടെ പ്രീമിയം, അതിൽ ഇപ്പോൾ യങ് ഇന്ത്യയിലായാലും ന്യൂ നാഷണൽ പരിവാറിലായാലും മെറ്റേണിറ്റിയുടെ പ്രീമിയം അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു, അതിൻ്റെ ബേസിക് പോളിസി പ്രീമിയത്തിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അത് വേണ്ടാത്ത ആൾക്കാർ, അതായത് ഇപ്പം ഓൾറെഡി കുട്ടികളുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഏജ് ഒരു 40-45 കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മെറ്റേണിറ്റി വേണ്ടെങ്കിലും അവിടെ പ്രീമിയം അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് ഇപ്പോൾ ഇത് ഓപ്ഷണൽ കവർ ആക്കിയതിലൂടെ, ഈ പോളിസിയിൽ ഓപ്ഷണൽ കവർ ആക്കിയതിലൂടെ നമുക്കത് മെറ്റേണിറ്റി കവർ ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം, അതിൻ്റെ പ്രീമിയം ഒഴിവാക്കിയിട്ട് പോളിസി എടുക്കാനും ഇനി അത് ആവശ്യമുള്ളവർക്ക് എക്സ്ട്രാ പ്രീമിയം അടച്ചിട്ട് അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഈ പോളിസിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിലെ മെറ്റേണിറ്റി കവറേജിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷണൽ കവറിലേക്ക് പോവാം. അടുത്ത രണ്ടാമത്തെ ഓപ്ഷണൽ കവറാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്, ART. ഇത് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്ക് ആയിട്ടുള്ള ഓപ്ഷണൽ കവറാണ്. ഇത് നമ്മുടെ മറ്റ് പോളിസികൾ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള പേരിൽ നമ്മുടെ ചില പോളിസികളിൽ ഓൾറെഡി കവർ ഉണ്ടായിരുന്ന സംഭവമാണ്. അതൊരു ഓപ്ഷണൽ കവറായിട്ട് ഈ പോളിസിയിലുമുണ്ട്. ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിന് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്കിതിൽ കവർ ചെയ്യുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ക്ലെയിം ലഭിക്കുന്നതിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതില്ല, ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷൻ നിർബന്ധമില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനുള്ള ഈ കവറേജ് എടുക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ അർഹരായിട്ടുള്ള ആൾക്കാരായിരുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ആദ്യം പറയുന്ന 3 കവറേജുകളും ഫ്രഷ് ആയിട്ട് പോളിസി എടുക്കുന്നവർക്ക് മാത്രമുള്ളതായിരിക്കും.
മൈഗ്രേഷനോ പോർട്ടബിലിറ്റിയോ വഴി വരുന്ന കേസുകൾക്ക് ഈ കവറേജ് എടുക്കാൻ പറ്റില്ല. സെൽഫിനും സ്പൗസിനും, അതായത് ഈ പോളിസിയിൽ ഭർത്താവും ഭാര്യയും സെൽഫും സ്പൗസും ഒരുമിച്ച് തന്നെ കവർ ആയിരിക്കണം. രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഫെർട്ടിലിറ്റി കവർ എടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മെറ്റേണിറ്റി പറഞ്ഞ പോലെ 2 ഇയർ വെയിറ്റിംഗ് പീരീഡ്, 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡും ഇതിനുണ്ട്. 1 ക്ലെയിം പെർ ഇയർ, ഒരു പോളിസി വർഷത്തിൽ ഒരു ART ക്ലെയിം മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതായത് ഈ വെയിറ്റിംഗ് പീരീഡ് പറയുമ്പോൾ 24 മാസത്തെ തുടർച്ചയായുള്ള വെയിറ്റിംഗ് പീരീഡ് ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ നിർബന്ധമാണ്. അപ്പോൾ രണ്ടുപേരും പോളിസിയിൽ ഉണ്ടായിരിക്കുകയും വേണം. രണ്ടുപേരും ഒരുമിച്ച് 24 മന്ത്സ് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ARTയുടെ വന്ധ്യത ട്രീറ്റ്മെൻറ്റിലേക്ക് കവറേജ് ലഭ്യമാവുകയുള്ളൂ. പിന്നെ ഇത് നമ്മുടെ 4 പ്ലാനിൽ ആദ്യത്തെ ബ്രോൺസിലും സിൽവറിലും ഈ കവറേജ് ലഭ്യമല്ല. ബ്രോൺസ് പ്ലാനിലും സിൽവർ പ്ലാനിലും ഇൻഫെർട്ടിലിറ്റി കവർ അല്ലെങ്കിൽ ART കവർ ലഭ്യമല്ല. ഗോൾഡ് പ്ലാനിലും ഡയമണ്ട് പ്ലാനിലും മാത്രമാണ് ഈ കവറേജ് ലഭ്യമായിട്ടുള്ളത്. ഗോൾഡ് പ്ലാനിൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ARTയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുക. ഡയമണ്ട് പ്ലാൻ വന്നിട്ട് പരമാവധി 2 ലക്ഷം രൂപ വരെ ഡയമണ്ട് പ്ലാനിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ART കവർ ഒരു സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ, പുതിയ ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് പോളിസികൾക്ക് മാത്രമാണ് ഇത് ലഭ്യമാവുക. പോളിസിയിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഉൾപ്പെട്ടിരിക്കണം. കവറേജ് ലഭിക്കാൻ 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് നിർബന്ധമാണ്. ക്ലെയിം ലഭിക്കാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതില്ല. നോ ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷൻ കമ്പൾസറി അല്ല. ഒരു പോളിസി വർഷത്തിൽ ഒരു ART ക്ലെയിം മാത്രം അനുവദിക്കുന്നു. ഇനി ഒരു കുട്ടിയുള്ള ആൾക്കാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് ART ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടി മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ART ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുക. ഇത്രയുമാണ് ഈ ഒരു വന്ധ്യത ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. PED വെയ്വർ കവറാണ് മൂന്നാമത്തെ കവർ. അതായത് പ്രീ എക്സിസ്റ്റിംഗ്, നമുക്കറിയാം സാധാരണ നമ്മുടെ പോളിസിയിൽ എല്ലാ പോളിസികളിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ നിലവിലുള്ള അസുഖങ്ങൾ, നമുക്ക് പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെയുള്ള അസുഖങ്ങൾ, അതാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ എല്ലാ പോളിസികളിലും 36 മന്ത്സ് അഥവാ 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ ഈ പോളിസിയിലും 3 വർഷം തന്നെയാണ് വെയിറ്റിംഗ് പീരീഡ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന്. പക്ഷേ ഈ ഒരു ഓപ്ഷണൽ കവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 36 മന്ത്സ് എന്നുള്ള PEDയുടെ വെയിറ്റിംഗ് പീരീഡ് 24 മന്ത്സ്, അതായത് 3 ഇയർ എന്നുള്ളത് 2 ഇയർ ആക്കി ചുരുക്കാൻ പറ്റും. വെയിറ്റിംഗ് പീരീഡ് അപ്പോഴും ഉണ്ടാവും, 2 ഇയർ വെയിറ്റിംഗ് പീരീഡേ ഉണ്ടാവുള്ളൂ. 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് അല്ല, 2 ഇയർ വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് മാറും. അതിൽ തന്നെ വേറൊരു സംഭവമുണ്ട്. ആർക്കെല്ലാം ഈ കവർ തിരഞ്ഞെടുക്കാം എന്നുള്ളത് എലിജിബിലിറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, പുതിയ പോളിസി ആദ്യമായിട്ട് ഈ പോളിസി എടുക്കുന്നവർക്കാണ് ഈ കവർ ലഭിക്കുക. പോർട്ടിംഗ് വഴി അല്ലെങ്കിൽ മറ്റു പോളിസികളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിന് ഈ ഓപ്ഷണൽ കവർ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏതൊക്കെ പ്ലാനുകൾ ലഭിക്കും എന്ന് പറഞ്ഞാൽ ഗോൾഡും ഡയമണ്ടും, അതായത് 25 lakhsോ അതിന് എബോവ് സം ഇൻഷുർഡ് എടുക്കുന്നവർക്ക്, ഗോൾഡും ഡയമണ്ട് പ്ലാനുകൾ എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു PED വെയ്വർ കവർ ലഭിക്കുക. ഇപ്പോൾ PED വെയ്വർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് മൊത്തത്തിൽ ഒഴിവാക്കി തരുന്നത്. അങ്ങനെയല്ല, 3 വർഷം എന്നുള്ള വെയിറ്റിംഗ് പീരീഡ് 2 വർഷമായി കുറയ്ക്കുകയുള്ളൂ. അതിൽ തന്നെ ഒരു ക്ലോസ് എന്ന് പറയുന്നത്, ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോളിസി മുടക്കം കൂടാതെ കൃത്യമായി പുതുക്കേണ്ടതുണ്ട്. പോളിസിയിൽ ഇടവേളകൾ വന്നാൽ ഈ ആനുകൂല്യം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ കവറേജ് ഓപ്റ്റ് ചെയ്താലുള്ള പ്രത്യേകത, ആദ്യത്തെ 2 വർഷം സാധാരണ ഇതിൽ 3 വർഷം വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ ഇവിടെ ഇത് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. 3ാമത്തെ വർഷം PED കിട്ടും. PED ക്ലെയിമുകൾക്ക്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് നമുക്ക് ക്ലെയിം ചെയ്യാം. 3ാമത്തെ വർഷം നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ 100% ഓഫ് സം ഇൻഷുർഡ് നമുക്ക് ലഭിക്കില്ല ആ ക്ലെയിമിൽ. PED മൂലം ഉണ്ടാകുന്ന ക്ലെയിമുകൾക്ക് 100% പരിരക്ഷ ലഭിക്കില്ല. അത് 75% ഓഫ് സം ഇൻഷുർഡ് ആയിരിക്കും. 75% ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് നമുക്ക് ടോട്ടൽ എക്സ്പെൻസിൻ്റെ 75% ആയിരിക്കും. 75% ഓഫ് സം ഇൻഷുർഡ് അല്ല, 75% ആയിരിക്കും നമുക്ക് ടോട്ടൽ ചിലവാകുന്നതിൻ്റെ 75% ആയിരിക്കും നമുക്ക് കിട്ടുക 3ാമത്തെ വർഷം. പിന്നെ 3 വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി വെയിറ്റിംഗ് പീരീഡ് തന്നെ ഇല്ല. അപ്പം 4ാമത്തെ വർഷം മുതൽ 100% കിട്ടും. ഈ ഒരു ഓപ്ഷണൽ കവർ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം വെയിറ്റിംഗ് പീരീഡ്, 3ാമത്തെ വർഷം 75% വരെ നമുക്ക് PEDയുടെ ക്ലെയിം നമുക്ക് ലഭ്യമാവും. പിന്നെ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഓപ്ഷണൽ കവറിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്ക് ഫുള്ളായിട്ട് തന്നെ 4ാമത്തെ വർഷം മുതൽ ഫുള്ളായിട്ട് തന്നെ PED ക്ലെയിമുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 24 മാസങ്ങളിൽ സാധാരണ കാത്തിരിപ്പ് കാലാവധി ബാധകമാണ്. ഈ കാലയളവിൽ പ്രീ എക്സിസ്റ്റിംഗ് വഴിയോ അതിൻ്റെ നേരിട്ടുള്ള സങ്കീർണതകൾ വഴിയോ ഉണ്ടാകുന്ന ക്ലെയിമുകൾ ലഭിക്കുന്നതില്ല. 3ാം വർഷം കാത്തിരിപ്പ് കാലാവധി അവസാനിക്കുന്നു. തുടർച്ചയായി 3ാം പോളിസി വർഷത്തിൽ PED ക്ലെയിം ചെയ്യാവുന്നതാണ്.
അംഗീകൃത ക്ലെയിം തുകയുടെ അഡ്മിസിബിൾ ക്ലെയിം തുകയുടെ 75% മൂന്നാമത്തെ വർഷം. ഈ ഓപ്ഷണൽ കവർ എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ വർഷത്തിൽ തന്നെ നമുക്ക് PED ക്ലെയിംസിൻ്റെ 75% അഡ്മിസിബിൾ ക്ലെയിം എമൗണ്ടിൻ്റെ 75% വരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഓപ്ഷണൽ കവർ എടുത്ത ഒരാൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉണ്ട്. അപ്പോൾ ആ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഒരു ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം വരുവാണ് മൂന്നാമത്തെ വർഷത്തിൽ. അതായത് രണ്ട് വർഷത്തെ വെയിറ്റിംഗ് പീരീഡേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഓപ്ഷണൽ കവർ എടുത്തത് കൊണ്ട് തന്നെ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ തന്നെ മൂന്നാമത്തെ വർഷത്തിൽ PEDയുടെ ക്ലെയിം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ വർഷത്തിൽ PEDയുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം വരുന്നു. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബില്ല് വരികയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് അഡ്മിസിബിൾ ക്ലെയിം എമൗണ്ട് 1 ലക്ഷം രൂപയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു 75,000 രൂപ മൂന്നാമത്തെ വർഷം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. 75% കിട്ടും. പിന്നെ 4ാമത്തെ വർഷം തൊട്ട്, അതായത് 3 ഇയർ കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രീമിയം ലോഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ പോളിസിയുടെ പ്രീമിയത്തിനോടൊപ്പം 7.5% ലോഡിംഗ് ആണ് ഈ ഒരു ഓപ്ഷണൽ കവർ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ബേസിക് പ്രീമിയത്തോടൊപ്പം 7.5% പ്രീമിയം ലോഡ് ചെയ്ത് അടച്ചാൽ നമുക്ക് ഈ ഒരു പ്രീ എക്സിസ്റ്റിംഗ് PED വേവർ എന്നുള്ള കവർ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഓപ്ഷണൽ കവറിൽ തന്നെയുള്ള 2ാമത്തെ പാർട്ടിൽ വരുന്ന കവറേജുകളെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയതായിട്ട് ഈ പോളിസി എടുക്കുന്ന ആൾക്കാർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷണൽ കവറുകളായിരുന്നു ആദ്യം പറഞ്ഞ 3 എണ്ണം. ഇനി പറയാൻ പോകുന്ന 11 കവറേജുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും എടുക്കാം. പുതിയതായിട്ട് വരുന്നവർക്കും എടുക്കാം, നമ്മുടെ പോളിസികളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവർക്കും എടുക്കാം, മറ്റ് കമ്പനികളിൽ നിന്ന് പോർട്ട് ചെയ്ത് ഈ പോളിസിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 11 ഓപ്ഷണൽ കവറുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. അതിൽ ആദ്യത്തെ കവറാണ് പ്രീമിയം ഫ്രീസ് ആഡ് ഓൺ കവർ. എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മൾ ഈ 14 ആഡ് ഓൺ ഓപ്ഷണൽ കവർ പറയുന്നതിൽ തന്നെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഉള്ളൊരു ആഡ് ഓൺ ഓപ്ഷണൽ കവറാണ് ഈ പ്രീമിയം ഫ്രീസ് ആഡ് ഓൺ കവർ. എന്താണ് പ്രീമിയം ഫ്രീസ് ആഡ് ഓൺ കവർ എന്ന് നോക്കാം. നമ്മുടെ പോളിസി എടുക്കുന്നത്, നമ്മൾ എത്രാമത്തെ വയസ്സിലാണോ പോളിസി എടുക്കുന്നത്, ആ പോളിസി എടുക്കുന്ന ഈ പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം റേറ്റ് ചാർട്ടിങ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ മറ്റ് പോളിസികളിലെല്ലാം ഒരു ഏജ് ബാർ വെച്ചിട്ടാണ്. ഇപ്പം 26 മുതൽ 30 വരെ, 31 മുതൽ 35 വരെ ഒരു പ്രീമിയം, 36 മുതൽ 40 വരെ മറ്റൊരു പ്രീമിയം, അങ്ങനെ ഒരു 5 വർഷത്തേക്കൊരു സ്ലാബ് വെച്ചിട്ടാണ് നമ്മുടെ പ്രീമിയം മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പോളിസിയിൽ നമുക്ക് ഓരോ വയസ്സിനും പ്രീമിയമാണ്. ഇപ്പോൾ 25 വയസ്സിലൊരു പ്രീമിയം, 26 വയസ്സിൽ ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാവും, 27 വയസ്സിൽ അടുത്തൊരു എന്ന് പറഞ്ഞാൽ വലിയ ഇൻക്രീസ് അല്ല, ചെറിയ പ്രീമിയം മാറ്റമുണ്ട്. ഓരോ ഏജിനും പ്രീമിയത്തിൽ മാറ്റമുണ്ട്. ഓരോ 26, 27, 28 അങ്ങനെ ഓരോ വർഷത്തിലും പ്രീമിയം മാറ്റമുണ്ട്. അതാണ് ഈ പോളിസിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പ്രീമിയം ഫ്രീസ് ഓപ്ഷണൽ കവർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, ഇപ്പം 20ാമത്തെ വയസ്സിലാണ് നമ്മൾ പോളിസി എടുക്കുന്നതെങ്കിൽ 20ാമത്തെ വയസ്സിൽ നമ്മൾ എത്രയാണോ പ്രീമിയം അടയ്ക്കുന്നത് ആ പ്രീമിയം ലോക്ക് ചെയ്യപ്പെടും. ആ പ്രീമിയം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വർഷങ്ങളോളം നമുക്ക് ആ പ്രീമിയം, നമ്മൾ എൻട്രി ഏജിലുള്ള പ്രീമിയം എത്രയായിരുന്നോ ആ പ്രീമിയം തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത വർഷം ആ പ്രീമിയം തന്നെ അടയ്ക്കാം, അതിൻ്റെ അടുത്ത വർഷം ആ പ്രീമിയം തന്നെ അടയ്ക്കാം എന്ന് വരെ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പോളിസിയിൽ ക്ലെയിം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വരെയോ, അല്ലെങ്കിൽ നമ്മുടെ എടുത്തിരിക്കുന്ന പ്ലാൻ പ്രകാരം ആ പ്ലാനിൻ്റെ മാക്സിമം എൻട്രി ഏജ് എത്രയാണോ ആ ഏജ് അറ്റൈൻ ചെയ്യുന്നത് വരെ. ഈ 2 കണ്ടീഷൻ, ഒന്നുകിൽ ക്ലെയിം ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്ലാൻ. ഇപ്പോൾ നമ്മൾ ഇതെല്ലാ പ്ലാനിലും ഉണ്ട്. നമ്മുടെ 4 പ്ലാനിലും, ബ്രോൺസിലും സിൽവറിലും ഗോൾഡിലും ഡയമണ്ട് 4 പ്ലാനിലും ലഭ്യമാണ്. അപ്പോൾ ഒരു ക്ലെയിം ചെയ്യുന്നത് വരെ ഈ തുകയിൽ യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാൻ എടുക്കുന്നവർക്കും ഇത് കിട്ടും. ഇപ്പം ബ്രോൺസ് പ്ലാൻ എടുക്കുവാണെങ്കിൽ ബ്രോൺസ് പ്ലാനിലെ മാക്സിമം ബ്രോൺസ് ആയാലും സിൽവർ ആയാലും ഗോൾഡ് ആയാലും അതിലെ മാക്സിമം എൻട്രി ഏജ് എന്ന് പറയുന്നത് 55 വയസ്സാണ്. അപ്പോൾ 55 വയസ്സ് വരെ ഒന്നുകിൽ ക്ലെയിം ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു മാക്സിമം എൻട്രി ഏജ് അറ്റൈൻ ചെയ്യുന്നത് വരെ നമുക്ക് പ്രീമിയം ഫ്രീസ് ചെയ്ത് നിൽക്കപ്പെടും. അതാണ് ഈ ഒരു പ്രീമിയം ഫ്രീസ് കവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർക്കൊക്കെ ഈ പോളിസി എടുക്കാം, ഈ ഓപ്ഷണൽ കവർ ആർക്കൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഈ ഓപ്ഷണൽ കവർ എടുത്താൽ എത്രയാണ് ലോഡിംഗ് വരുന്നതെന്ന് നോക്കാം. 30 വയസ്സിൽ താഴെയുള്ള ആളാണെങ്കിൽ, 30 വയസ്സിന് താഴെ പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ 5% പ്രീമിയത്തിലെ ലോഡിംഗ്. 5% പ്രീമിയം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രീമിയം ഫ്രീസ് എന്നുള്ള ഓപ്ഷണൽ കവർ എടുക്കാൻ പറ്റും. ഇനി 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ 7%. 30-ന് താഴെയുള്ളവർക്ക് 5%, 30 വയസ്സിന് മുകളിലുള്ളവർക്ക് 7% ലോഡിംഗ്. ഇപ്പോൾ ഈ ലോഡിങ് റിന്യൂവൽ ടൈമിലുണ്ടാവും. അപ്പോൾ ഈ ലോഡിങ് അടക്കം നമ്മൾ അടയ്ക്കുന്ന എൻട്രി ഏജിൽ ഈ ലോഡിങ് അടക്കം എത്രയാണോ പ്രീമിയം അടയ്ക്കുന്നത് ആ പ്രീമിയമാണ് ലോക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ലോഡിങ് അടക്കമുള്ള പ്രീമിയം പിന്നെ അടുത്ത വർഷങ്ങളിലും ഇങ്ങനെ ക്ലെയിം ഉണ്ടാകുന്നത് വരെ ആ പ്രീമിയം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്.
ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോഴും ഫ്ലോട്ടർ ആയിട്ട് എടുക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം ഈ കവറേജ് എടുക്കുമ്പോൾ, ഇൻഡിവിജ്വൽ ബേസിസിലാണെങ്കിൽ ഓരോ വ്യക്തിക്കും പ്രത്യേകം ഫ്രീസ് ബാധകമാണ്. ഇൻഡിവിജ്വലിൽ നമുക്കറിയാം ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സം ഇൻഷ്യൂർഡ് സെലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓപ്ഷണൽ കവറുകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. ഓരോരുത്തർക്കും വേണ്ടുന്ന ഓപ്ഷണൽ കവർ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ വ്യക്തിക്കും പ്രത്യേകം ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രീമിയം ലോഡിങ് വരും. പിന്നെ ഇൻഡിവിജ്വൽ ബേസിസിലാണെങ്കിൽ അതിൽ ആ ഇൻഡിവിജ്വൽ ആള് എപ്പോഴാണോ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ വരെ അയാൾക്ക് പ്രീമിയം ഫ്രീസ് ഓപ്ഷൻ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ ആ പ്ലാനിലെ പരമാവധി എൻട്രി ഏജ് എത്തുന്നത് വരെ. ഇനി ഫ്ലോട്ടർ ബേസിസിലോട്ട് വന്നാൽ മുഴുവൻ കുടുംബത്തിനുമുള്ള ആ ഒരു ഫ്ലോട്ടർ പ്രീമിയമാണ് ഫ്രീസ് ചെയ്യപ്പെടുക. അതിൽ ഫ്ലോട്ടർ പോളിസി ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് ക്ലെയിം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യപ്പെടും, ആ പ്രീമിയം ഫ്രീസ് ബ്രേക്ക് ആവും. പിന്നെ ഈ പോളിസിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. 2 വർഷം കഴിയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ 2 ക്ലെയിം ഫ്രീ ഇയർ കഴിയുമ്പോൾ നമുക്ക് ഹെൽത്ത് ചെക്കപ്പിനുള്ള പൈസ നമുക്ക് ക്ലെയിം ചെയ്യാനാണ് പറ്റും. അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ഈ പോളിസിയിൽ കവേർഡാണ്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷം ക്ലെയിം ഫ്രീ ആണെങ്കിൽ നമുക്ക് 4ാമത്തെ പോളിസി ഇയറിൽ നമുക്ക് അത്രയും നാളുണ്ടായ ഔട്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബില്ലുകൾ വെച്ചിട്ട് നമുക്ക് OPD ട്രീറ്റ്മെൻറ്റ്സ് ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 3 വർഷം കണ്ടിന്യൂ ചെയ്യണം, 3 വർഷം ക്ലെയിം ഉണ്ടാകാതിരിക്കണം. അപ്പം ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് രണ്ടും നമ്മൾ ക്ലെയിം ആയിട്ട് പരിഗണിക്കില്ല. ഈ പ്രീമിയം ഫ്രീസ് ഓപ്ഷണൽ കവർ എടുത്താലും നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് റീഇംബേഴ്സ്മെൻറ്റ് അത് ക്ലെയിം ചെയ്തു, അതുപോലെ തന്നെ OPD ക്ലെയിം ചെയ്തു എന്ന് വെച്ചാൽ അതൊരു ക്ലെയിം ആയിട്ട് കൂട്ടത്തില്ല. ഈ 2 സംഭവങ്ങളും ഹെൽത്ത് ചെക്കപ്പിൻ്റെ ക്ലെയിമും അതുപോലെ OPD ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ഒരു ക്ലെയിം ആയിട്ട് പരിഗണിക്കില്ല. അതായത് പ്രീമിയം ഫ്രീസ് അത് ചെയ്താലും കണ്ടിന്യൂ ചെയ്തോളും, അതൊരു പോളിസിയിലെ ക്ലെയിം ആയിട്ട് പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ അത് പ്രീമിയം ഫ്രീസ് ഓപ്ഷൻ ബ്രേക്ക് ആവില്ല, അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഈ 2 സംഭവങ്ങളും ഹെൽത്ത് ചെക്കപ്പും അതുപോലെ OPD ട്രീറ്റ്മെൻറ്റിനുള്ള ഇവ രണ്ടും നിങ്ങളുടെ പ്രീമിയം ഫ്രീസിനെ ബാധിക്കില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പോളിസിയുടെ റേറ്റുകൾ കമ്പനി റിവൈസ് ചെയ്താലും നമ്മൾ റിവൈസ് ചെയ്ത് നമ്മൾ എൻട്രി ഏജിൽ, അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 20ാമത്തെ വയസ്സിലാണ് ഈ പോളിസി എടുത്തത്. അപ്പോൾ നമ്മൾ പ്രീമിയം ഫ്രീസ് എടുത്തിട്ടാണ് പോളിസി എടുത്തിരിക്കുന്നത്. നമ്മൾ 5 വർഷം നമുക്ക് ക്ലെയിം ഒന്നും ഉണ്ടായില്ല. 25ാം വയസ്സിലും നമ്മൾ ആ 20ാം വയസ്സിൽ അടച്ച പ്രീമിയം തന്നെയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 25ാം വയസ്സാകുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കമ്പനി ഈ പോളിസിയുടെ പ്രീമിയം റിവൈസ് ചെയ്തു, പ്രീമിയം കുറച്ച് കൂട്ടി. അപ്പോൾ അങ്ങനെ കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പുതിയ റേറ്റ് പ്രകാരം നമ്മൾ 20ാമത്തെ വയസ്സിന് ഇപ്പോൾ അടയ്ക്കേണ്ട പ്രീമിയം എത്രയാണോ, അതായത് നമ്മുടെ അന്നത്തെ എൻട്രി ഏജിൽ എത്രയാണോ പ്രീമിയം അടയ്ക്കുന്നത് അത് അടച്ചാൽ മതിയാകും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ എൻട്രി ഏജ് വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇൻ കേസ് കമ്പനി പ്രീമിയം കൂട്ടിയാലും നമ്മുടെ എൻട്രി ഏജിനുള്ള ആ കറസ്പോണ്ടിങ് ഇപ്പോൾ കൂട്ടിയ റേറ്റ് എത്രയാണോ, നമ്മൾ 5 വർഷം മുമ്പ് ഉള്ള 20 വയസ്സിലുള്ള പ്രീമിയം ഇപ്പോൾ കൂട്ടിയ റേറ്റ് പ്രകാരം എത്രയാണോ ആ പ്രീമിയം അടച്ചാൽ മതിയാവും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി, ഫെസിലിറ്റിയും കൂടി ഇതിലുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവർ ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 20 വയസ്സുള്ള ഒരാൾ ഒരു 5 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ബേസ് പ്ലാനാണ്, ബ്രോഡ്സ് പ്ലാനാണ്. ആ ഒരു പ്ലാൻ എടുക്കുവാണ്, 1 വർഷത്തേക്കുള്ള ഒരു ഓപ്ഷണൽ കവർ ചൂസ് ചെയ്യാണ്. അയാളുടെ ബേസ് പ്രീമിയം 6427 രൂപയാണെന്ന് വെക്കുക. ആ ബേസ് പ്രീമിയം എന്ന് പറയുന്നത് ഈ പ്രീമിയം ഫ്രീസ് എടുത്താൽ ഒരു 5% ലോഡിങ് വരും എന്ന് പറഞ്ഞു, 30 വയസ്സിന് താഴെയുള്ളവർക്ക്. ആ ലോഡിങ് അടക്കമുള്ള പ്രീമിയം ആണെന്ന് വെക്കുക. ഈ 6427 രൂപ 5% ലോഡിങ് അടക്കമുള്ള പ്രീമിയം ആണ് അയാളുടെ പ്രീമിയം എന്ന് വെക്കുക. അയാൾ 20ാമത്തെ വയസ്സിൽ അടയ്ക്കുന്ന പ്രീമിയം. അപ്പോൾ അടുത്ത 15 വർഷത്തേക്ക് ഈ പോളിസി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇനി ആദ്യത്തെ ഒരു 8 വർഷം ഇയാൾക്ക് ക്ലെയിം ഒന്നുമില്ല. 20ാമത്തെ വയസ്സിൽ പോളിസി എടുക്കുന്നു, പിന്നെ ഒരു 8 വർഷത്തേക്ക് 28 വയസ്സ് വരെ ക്ലെയിം ഒന്നും ഇല്ല എന്ന് വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 20ാമത്തെ വയസ്സിൽ എത്രയാണ് ആൾ പ്രീമിയം അടച്ചത്? 6427 രൂപയാണ് അടച്ചത്. അത് തന്നെയാണ് അടുത്ത വർഷം, 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും അങ്ങനെ 8ാമത്തെ വർഷവും അത് തന്നെയാണ് അടയ്ക്കുക. ക്ലെയിം ഇല്ലെങ്കിൽ അതേ പ്രീമിയം തന്നെ നമുക്ക് 28ാമത്തെ വയസ്സിലും 6427 രൂപ തന്നെ അടച്ചാൽ മതിയായിരിക്കും. ഇനി ഇതിൽ 28ാമത്തെ വയസ്സിൽ ഒരു ക്ലെയിം ഉണ്ടാവുകയാണ്. 28ാമത്തെ വയസ്സിൽ ക്ലെയിം ഉണ്ടായി എന്ത് സംഭവിക്കും? അടുത്ത റിന്യൂ ചെയ്യുമ്പോൾ, അതായത് 9ാമത്തെ വർഷത്തെ പോളിസി റിന്യൂ ചെയ്യുമ്പോൾ എന്ത് പറ്റും? പ്രീമിയം ഫ്രീസ് ഓപ്ഷൻ ബ്രേക്ക് ആവുകയും ആ 29ാമത്തെ അതായത് 29 റേറ്റ് ചാർട്ട് പ്രകാരം 29ാമത്തെ വയസ്സിൽ എത്രയാണോ പ്രീമിയം അടയ്ക്കേണ്ടത് ആ ഒരു പ്രീമിയം ഉണ്ടാവുമല്ലോ, ആ പ്രീമിയം ആയിരിക്കും ആൾ അടയ്ക്കേണ്ടത്. വീണ്ടും ആ റിന്യൂവലിൽ തന്നെ ആൾക്ക് വേണമെങ്കിൽ പ്രീമിയം ഫ്രീസ് ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 29ാമത്തെ വയസ്സിലെ പ്രീമിയം അപ്പം അടയ്ക്കുന്ന പ്രീമിയം വീണ്ടും ലോക്ക് ചെയ്യപ്പെടും.
അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ 6427 ആൾ അടച്ചുകൊണ്ടിരുന്നത്. ആൾക്ക് 28ാമത്തെ വയസ്സിലൊരു ക്ലെയിം ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? 29ാമത്തെ വയസ്സിൽ അടുത്ത തവണ പോളിസി പുതുക്കുമ്പോൾ ആ റേറ്റ് ചാർട്ട് പ്രകാരം 6996 രൂപയാണ് പ്രീമിയം. അതിൻ്റെ പ്രീമിയം ആൾ വീണ്ടും ആ റിന്യൂവലിലും എന്ത് ചെയ്യാണ്? ഈ പ്രീമിയം ഫ്രീസ് ആഡ് ഓൺ ഓപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലോഡിംഗ് അടക്കം 6996 രൂപയാണ് 29ാമത്തെ വയസ്സിലെ പ്രീമിയം വരുന്നത്. കാരണം അവിടെ പ്രീമിയം ഫ്രീസ് ബ്രേക്കായി, ക്ലെയിം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ 6996. പക്ഷേ വീണ്ടും ആൾ ആ ആഡ് ഓൺ കവർ ചൂസ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യും? ഈ 6996 വീണ്ടും അവിടെ ഫ്രീസ് ചെയ്യപ്പെടുകയും അടുത്ത വർഷമൊന്നും ക്ലെയിം ഇല്ലെങ്കിൽ വീണ്ടും അയാൾക്ക് 6996 തന്നെ അടച്ചുകൊണ്ടിരിക്കാം. എവിടം വരെ? ആ പ്ലാനിലെ മാക്സിമം എൻട്രി ഏജ് ആയ 55 വയസ്സ് എത്തുന്നത് വരെ. പുതിയ ക്ലെയിമുകൾ ഒന്നുമില്ലെങ്കിൽ പ്രീമിയം ആ നിമിഷം മുതൽ വീണ്ടും ഫ്രീസ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓപ്ഷണൽ കവറിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാ പ്ലാനിലും ലഭ്യമാണ് എന്നുള്ളതും അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു നമുക്കറിയാം, ഒരു മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത് 10 മുതൽ 14% വരെ മെഡിക്കൽ ഇൻഫ്ലേഷൻ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻഫ്ലേഷൻ നടക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ അത്രയും കോസ്റ്റ് കൂടുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ 20ാമത്തെ വയസ്സിൽ അടച്ച പ്രീമിയം നമുക്ക് 30ാമത്തെ വയസ്സിലോ 8 വർഷങ്ങൾക്ക് ശേഷം അതേ പ്രീമിയം തന്നെ അടയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു സാമ്പത്തിക നേട്ടമാണ് കസ്റ്റമറിനെ സംബന്ധിച്ച് ഉണ്ടാക്കുക. അപ്പോൾ ഇനിയുള്ള അടുത്ത ആഡ് ഓൺ കവേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.